ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാധവൻ സ്കൂളിൽ പോയിക്കോണേ. മാധവൻ സ്കൂളിൽ പോയാലേ എനിക്ക് ലോങ് വീഡിയോസ് എന്തെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ, എല്ലാം മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് 1-2 ചെടി റിപ്പോർട്ട് ചെയ്യാനുണ്ട്, അതൊക്കെ ഒന്ന് കാണിക്കാം. പിന്നെ ബാൽക്കണി പ്ലാന്റ്സിന് ഞാനിപ്പോൾ ഫെർട്ടിലൈസിങ് ഒന്നും ചെയ്യാറില്ല. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന്. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വാട്ടറിങ് മാത്രമാണ്. അഥവാ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാനത് പറയാവേ. പിന്നെ ഇന്ന് എനിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഫിലോഡോണ്ടം വെറൈറ്റീസാണ്. ഒരു ബെർക്കിനും ഉണ്ട്, പിന്നെ ഒരു അഗ്ലോണിമ വെറൈറ്റി ഉണ്ട്. ഞാൻ ഒരുപാട് റിപ്പോർട്ടിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും പിന്നെ കമൻറ്റ്സ് വരും ഞാനെങ്ങനെ ചെയ്യുന്നതെന്ന്. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല റിപ്പോർട്ട് ചെയ്യുമ്പോൾ. ഇവിടുത്തെ പോട്ടി മിക്സാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് കൂടുതൽ കൊക്കോപീറ്റാണല്ലോ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പെർലൈറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് പ്ലാന്റൊക്കെ പോട്ട് ചെയ്യുന്നത്. പിന്നെ ഐക്കയിൽ നിന്ന് നമ്മുടെ സോഫ സെറ്റ് വന്ന് അവർ വന്ന് ഇൻസ്റ്റാളൊക്കെ ചെയ്തിരുന്നു. ഒരു 2-3 ദിവസം എടുത്തുള്ളൂ കേട്ടോ. അവർ വന്നു, 10 മിനിറ്റ് കൊണ്ട് കാര്യമൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചൊരു മോൺസ്റ്ററാണേ, മോൺസ്റ്റർ ഡെലീസിയോസ്. ഭയങ്കര ഇഷ്ടമാണ്. ഇത് മോൺസ്റ്റർ ഫാമിലി തന്നെയാണ്, മോൺസ്റ്റർ ആഡൻസോ. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. മാധവൻ ഇല്ലാത്തപ്പോൾ, അതായത് സ്കൂളിൽ പോകുമ്പോഴേ ഇവിടേക്കൊക്കെ ഇങ്ങനെ കിടക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവൻ്റെ കളിപ്പാട്ടവും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുമായിരിക്കും. പ്ലാന്റ് ഞാൻ ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല, കാരണം ഇതിന് സൈസിനുള്ള ഒരു പോട്ട് കിട്ടിയില്ല. ഇനി അത് കിട്ടിയിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ. അത് ഇനി എന്നാണോ കിട്ടുന്നത്, കാരണം വേറെ എവിടെയെങ്കിലൊക്കെ, ഇവിടെ നമ്മുടെ താഴെ ഡേ ടു ഡേയിലും ഇല്ല, നേഴ്സറിയിലൊന്നും ഇല്ല. വേറെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ കിട്ടുമായിരിക്കും. ഞാനൊരു പ്ലാന്റ് കാണിക്കാവേ. ബേർണസ് ഫേൺ കേട്ടോ ഇത്. ഞാനിത് വാട്ടറിങ് ശ്രദ്ധിച്ചില്ല, അതാണ് ഇത് ഇങ്ങനെ ആവാനുള്ള കാരണം. അതായത് ഞാൻ നന്നായിട്ട് വാട്ടറൊക്കെ ചെയ്തിട്ട്, ഇതെന്താ ഒരു ടേബിളിലാണ് വെച്ചത്, അവിടെ അധികം വെട്ടമൊന്നുമില്ല. അപ്പോഴത്തേനും ഇത് എന്താ പറയുക, താഴെ ഈ ലെയറിൽ നല്ല വെള്ളം, ഇവിടെയും നല്ല വെള്ളം. അവസാനം വാട്ടർ അങ്ങ് ഇരുന്ന് ഇതങ്ങ് അഴുകിപ്പോയി. ഇതിന് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആ നടുക്കത്തെ ഭാഗത്ത് വെള്ളം വീഴലെന്നാണ്. അവിടെയും വെള്ളമായി. ഞാൻ ശ്രദ്ധിച്ചില്ല, കുറച്ച് ദിവസം അത് അങ്ങനെ ഇരുന്നു. പിന്നെ കിട്ടിയപ്പോൾ പിന്നെ രക്ഷിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാനിത് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി കളയാതെ വെച്ചതാണ്. പിന്നെ ഇത് ഇവിടെ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇത് ഇവിടെ ഇരുന്നാണ്. പക്ഷേ ഒട്ടിച്ച ആ സ്റ്റിക്ക്, അതിൻ്റെ പശ അങ്ങ് പോയി. അപ്പോൾ പിന്നെ അങ്ങ് ഇളകി വന്നു. പിന്നെ ഞാനിത് കഴുകിയിട്ട് വെക്കാമെന്ന് വെച്ചു. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ നേരത്തെ വേറൊരു പൂജാ സ്റ്റാൻഡായിരുന്നു, അതിൻ്റെയാണ് ഈ കാണുന്നത്. അതിൻ്റെ ഡ്രില്ല് ചെയ്തതാണ്. അതങ്ങ് ഇത് വെക്കുമ്പോൾ ഇവിടുത്തെ അങ്ങ് കവർ ചെയ്യും, ഇത് മാത്രമേ കാണത്തുള്ളൂ. ഈ ടേപ്പ് ഇപ്പോൾ എല്ലായിടത്തും കിട്ടൂല, ഈ ടേപ്പ്. ഇതാണ് കാണത്തുമില്ല. നമുക്ക് ഇതുപോലെ വലിയ വെയിറ്റ് ഇല്ലാത്തതൊക്കെ നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. ഇതിവിടെ എല്ലായിടത്തും കോമൺ. ഞാൻ നാട്ടിലൊന്നും കണ്ടില്ല, ചിലപ്പോൾ ഓൺലൈനൊക്കെ കാണുമായിരിക്കും. നല്ലൊരു സാധനം, ഇൻവിസിബിളാണ്, നമുക്ക് ഡ്രില്ല് ചെയ്യേണ്ട. അത്യാവശ്യ സാധനങ്ങളൊക്കെ, അത്യാവശ്യം വെയിറ്റ് ഉള്ളത് ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഭിത്തിയിൽ വെച്ച് ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്ത് അങ്ങനെയൊക്കെ ഇതുകൊണ്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാമെന്നാണ്. മാധവൻ വരുന്ന മുമ്പ് ഇതൊക്കെ അങ്ങ് ചെയ്ത് വെച്ചേക്കാണെങ്കിൽ എളുപ്പമുണ്ടാവും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടിയും നടക്കുകയില്ല, ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുകയില്ല, അതാണ് കാര്യം. ഞാനത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചെടി റിപ്പോർട്ട് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഈ അഗ്ലോണിമ കുറേ ആയി മേടിച്ചിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല. അതിൻ്റെതായ ക്ഷീണങ്ങളുണ്ട് കണ്ടോ. വാട്ടറിങ്ങും ഇല്ല. പിന്നെ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. വരുന്നില്ലല്ലോ. ഇത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് അല്ല കേട്ടോ ഈ അഗ്ലോണിമ. ഈ അഗ്ലോണിമയുടെ പേരെന്താണോ എന്തോ. പിന്നെ ഈ പൂവൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് കളഞ്ഞേക്കാം, അതിൻ്റെ ആവശ്യമില്ല. ഇത് ഫോളിയേജ് പ്ലാന്റ് അല്ലേ, നമുക്കിതിൻ്റെ പൂവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എൻ്റെ പോട്ടിങ് സോയിലൊക്കെ ഇങ്ങനെ അങ്ങ് ഒരു ബോക്സിലങ്ങ് വെച്ചേക്കും. എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ വെക്കുന്നത്. പിന്നെ ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി.
ഇതാണ് പെർലൈറ്റ്. ഇത് നമ്മുടെ സോയിലിന് കുറച്ച് എയറേഷൻ കൂട്ടാനും സോയിലിന് കട്ട എന്താ പറയുക എല്ലാം കൂടെ റൂട്ടും എല്ലാം കൂടെ ആയി കട്ട പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇത് നമ്മുടെ പോട്ടിംഗ് സോയിലൂടെ മേടിക്കാൻ കിട്ടുന്നത്. ഇത് കൂടുതലും കൊക്കോപീറ്റ് മാത്രമാണ്. സോയിലായിട്ട് നമ്മുടെ നാട്ടിലെ സോയിലായിട്ടൊന്നും ഇവിടെ കിട്ടത്തില്ല. പിന്നെ ഇത് രണ്ടും മിക്സ് ചെയ്താണ് ഇപ്പം വെക്കുന്നത്. പിന്നെ ഫെർട്ടിലൈസറൊന്നും ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അത് ഇച്ചിരി 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഫെർട്ടിലൈസ് ചെയ്യത്തുള്ളൂ. ഇത് ഓൾറെഡി ഞാൻ ഒരു പ്ലാന്റ് ഇതിനകത്ത് വെച്ചിരുന്നു. ആ പ്ലാന്റ് പോയി. അപ്പോൾ അതിനകത്ത് തന്നെ ഇതങ്ങ് വെക്കാമെന്ന് കരുതിയാണ്. അതിൻ്റെ മുൻപ് ഇതൊന്നും കൂടെ പെർലൈറ്റൊക്കെ ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണം. ഇത് ഓൾറെഡി പെർലൈറ്റും കൊക്കോപീറ്റും ഒക്കെ മിക്സ് ചെയ്ത് ഞാൻ വെച്ചതാണ്. കുറച്ചൊന്ന് മാറ്റുന്നതേ ഉള്ളൂ. ഈ അഗ്ലോണിമ ഇവിടെ UAE കോമൺ ആട്ടോ. ഞാൻ ഒരുപാട് അടുത്ത് കണ്ടിട്ടുണ്ട്, പലരുടെയും കയ്യിലുണ്ട്. ഞാൻ സത്യത്തിൽ ഇതെല്ലാം ശരിക്കും വാട്ടർ ചെയ്തിട്ടില്ല. അതാണ് ഇതിൽ ഈ കാണുന്ന ഈ യെല്ലോ ഷെയ്ഡൊക്കെ. പിന്നെ വെച്ച സ്ഥലവും ലൈറ്റ് കുറവായിരുന്നു. ഇനിയിപ്പം പോട്ട് ചെയ്തിട്ട് വേണം പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് വെക്കാനായിട്ട്. ഇതിൻ്റെ സോയിലൊന്നും കളയാതെ തന്നെയാണ് ഞാൻ പോട്ട് ചെയ്യുന്നത്. ഒത്തിരി കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാന്റ് ചീത്തയാവും. പിന്നെ പോട്ട് നിറയ്ക്കുമ്പോൾ കുത്തി നിറയ്ക്കുന്നില്ല. അതായത് സോയിൽ കൊണ്ട് ഇങ്ങനെ ചിലരിങ്ങനെ ഈ പോട്ടിൻ്റെ അത്രയും സൈസ് തന്നെ മണ്ണിട്ട് പോട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഒരു ഗ്യാപ്പ് ഇട്ടേക്കണം. കണ്ടോ, 1 ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് പോട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇടയ്ക്ക് റീപോർട്ടൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മണ്ണ് കുറവുണ്ടെന്ന് തോന്നി ഇടയ്ക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റ് മാത്രമാണ് നമ്മൾ അന്ന് പോട്ട് ചെയ്ത് അന്ന് തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കാത്തത്. ബാക്കി എല്ലാ പ്ലാന്റ്സും നമുക്ക് നന്നായിട്ട് വാട്ടർ ചെയ്തിട്ട് അതിന് നല്ല അത്യാവശ്യം ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് നമുക്കിത് വെക്കാവുന്നതാണ്. ലൈറ്റ് അത്യാവശ്യം വേണം, എന്നാലേ ഇതുപോലത്തെ ചെടികളൊക്കെ നന്നായിട്ട് വളരുള്ളൂ. വേറൊരു പ്ലാന്റ് വന്നിട്ട് ഇതാണ് ബെർക്കിൻ. ഇത് കുറേ പഴയ ഒരു പ്ലാന്റാണ്. ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യാം. പോട്ടിന് ഞാൻ ഹോൾ ഇട്ടിട്ടുണ്ട് നന്നായിട്ട്. ഹോള് നന്നായിട്ട് കാരണം ഇങ്ങനെ പോട്ട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഇത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് കിഴിച്ച് തന്നെ എടുത്തിട്ടുണ്ട്, പോട്ട് പൊട്ടാതെ തന്നെ. ഇത് കണ്ടോ, ഇത് ഞാൻ അത്രയും ചെയ്തില്ല. കാരണം ഉണ്ടല്ലോ ഈ ചെറിയ പോട്ടല്ലേ, അതിൻ്റെ ആവശ്യം മതി. പിന്നെ ഇത് ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പോട്ട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ പോട്ടിൽ ഇതങ്ങ് ഇളക്കി കളയണം. എല്ലാം ഉണ്ടല്ലോ ഇവിടെ സോയിൽ വന്ന് അറിഞ്ഞിട്ട് വെള്ളം പോകാതെ പ്ലാന്റ് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 2 വ്യത്യാസമുണ്ട്. ഇത് നല്ല ഹോളാണ്, പിന്നെ ഇത് നല്ല ഹോള്, ഇതൊരു ചെറിയ ഹോളാണ്. ഇവിടെ മണ്ണ് വന്നറിയുമ്പോഴാണ് ഈ പ്ലാന്റ് ചീത്തയാവുന്നത്. അതായത് മണ്ണ് വന്നറിഞ്ഞ് വെള്ളം പോകാതെ ക്ലോഗാവും നമ്മുടെ ഈ ഹോള്. അങ്ങനെയാണ് ഈ പ്ലാന്റ് നമ്മൾ വെള്ളം ഒഴിച്ച് ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് ചീത്തയാവുന്നത്. അപ്പോൾ ഞാൻ നല്ല ഹോള് നന്നായിട്ടിട്ടുണ്ടോ. ഹോള് നന്നായിട്ടിടണം. പ്ലാന്റ് പോട്ട് ചെയ്യുമ്പോൾ എല്ലാം പണി കിട്ടും, എല്ലാം ചെടി പോവും. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഈ പോട്ടിൽ. അങ്ങനെ എൻ്റെ 1-2 ചെടി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നല്ലൊരു ഹോൾ ഇട്ടത്. അതായത് ഇങ്ങനത്തെ പോട്ടുള്ളപ്പോൾ ഹോളിടാൻ ഇച്ചിരി പാടാണ്. കാരണം ഇതങ്ങ് ഇളക്കി കളയണം. ഇത് ഇളക്കി കളയുന്നത് കുറച്ച് റിസ്ക്. ഇപ്പോൾ നമ്മുടെ ഈ ചട്ടി പൊട്ടാനും പാടിയല്ലോ. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം നന്നായിട്ട് തന്നെ ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ ടിഷ്യൂ പേപ്പർ ഇടും. പലരും ചോദിക്കും എന്തിനാണ് ടിഷ്യൂ പേപ്പർ ഇടുന്നത്. സത്യത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒരു ചെടി വെക്കുമ്പോൾ ഒന്നെങ്കിൽ എന്തെങ്കിലും ബ്രിക്സോ ഏതെങ്കിലും കല്ലോ കരിങ്കല്ലോ ഒക്കെ ഇട്ടായിരിക്കും ഇടുന്നത്. ഇവിടെ കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട്, കല്ലൊക്കെ താഴെ കാണും, അതൊക്കെ ഇനി പെറുക്കാൻ പോകണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ഇടണമല്ലോ എന്ന് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ പേപ്പർ എന്തെങ്കിലും ഇടുന്നത്. അല്ലെങ്കിൽ വേണേൽ നമുക്കൊരു ചോയ്സ് ഉള്ളത് ലേക്ക ബോൾസ് വേണമെങ്കിൽ ഇടാം. പിന്നെ അത് ഇവിടെ അധികം കിട്ടാനില്ല. അത് ഉണ്ടെങ്കിൽ തന്നെയും അത് നല്ല കോസ്റ്റ്ലിയാണ്. അതൊരു 12 ദിറംസൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇത്രയും പ്ലാന്റ് പോട്ട് ചെയ്യുമ്പോൾ ഇത് ഇടാനാണെങ്കിൽ പിന്നെ നമ്മൾ അത് തന്നെ കുറേ മേടിച്ച് വെക്കേണ്ടി വരും. അതാണ് പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഈ ഹോളിൻ്റെ ഇവിടെ ഇടുന്നത്. അതങ്ങ് ഇത് കുറേ കാലമായി. ഇതിൻ്റെ പോട്ട് മിക്സ് ഒന്നിനും കൊള്ളത്തില്ല. ഉണ്ടോ, അതുകൊണ്ട് ഇതിൻ്റെ ഈ ഞാനിത് റിപ്പോർട്ട് ചെയ്യാൻ വൈകിയെന്ന് ഈ പ്ലാന്റ് നശിച്ചു പോയത്. എന്തായാലും നോക്ക്, ഇത് വേണ്ട ഇവിടുന്ന് റൂട്ട് ഫോം ചെയ്തിട്ടേ ഇല്ല. ഇനിയിപ്പോൾ ഞാൻ വല്ല ഫംഗിസൈഡ് എന്തെങ്കിലും സ്പ്രേ ചെയ്യും.
അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്ലാന്റ് അങ്ങ് നശിച്ചു പോകും. ഇതിൻ്റെ പോയ ലീവ്സൊക്കെ ഞാനങ്ങ് മാറ്റുവാണ്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളത് നിർത്തുന്നുള്ളത്. വേണ്ട ഇതെല്ലാം കളഞ്ഞു. മണ്ണ് നിറയ്ക്കാം. ഞാൻ ആദ്യമൊന്നും ഫെർട്ടിലൈസ് ചെയ്യത്തില്ല കേട്ടോ, കാരണം പ്ലാന്റ് ഒന്നും ഹെൽത്തി അല്ല. നമ്മൾ ഇച്ചിരി ജീവൻ വെച്ചിട്ട് വേണം എന്തെങ്കിലും ഫെർട്ടിലൈസൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഫംഗിസൈഡ് എന്തെങ്കിലും ഞാൻ ചെയ്യും, കാരണം എൻ്റെ കയ്യിൽ നീമോയിലുണ്ട്. പിന്നെ ഇൻഡോഫിൽ എന്ന് പറഞ്ഞൊരു ഫംഗിസൈഡുണ്ട്. ഇതിൽ ഞാൻ ഇൻഡോഫിലായിരിക്കും ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, എല്ലാം ഞാൻ നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. കാരണം ഇവിടെ ഇൻഡോഫിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഇരിക്കട്ടെ. ഞാനത് കുറച്ച് വൈകി ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഇത്ര മതി ആവശ്യമുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഇരിക്കുന്ന ഇൻഡോഫിൽ ഫംഗിസൈഡ്. സാഫും ഉണ്ട്, ഇൻഡോഫിലുണ്ട്. രണ്ടും ഒരേ ആക്ഷൻ തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നീം ഓയിൽ യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് ഏറ്റവും നല്ലത്. ഇത് ഓർഗാനിക് ഒന്നും അല്ല, ഞാൻ നാട്ടിലൊക്കെ നമ്മൾ എല്ലാവരും പ്ലാന്റ്സിനൊക്കെ യൂസ് ചെയ്യുന്നൊരു ഫംഗിസൈഡാണ് ഇത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്കണം. ഞാനിത് മതം കാണാതൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇതില്ലാതെ പറ്റത്തില്ല, കാരണം ചില സമയത്ത് ചില ചെടികളൊക്കെ ഇതൊക്കെ ആവശ്യമാണ്. ഫംഗിസൈഡേ എന്താ പറയുക, അഴുകിപ്പോയിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെക്കുക. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് എടുത്തിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയാണ് ചെടികൾക്ക് അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ അങ്ങ് സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ ഞാൻ ഇത് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇടാതിരിക്കാൻ പറ്റില്ല, കാരണം ഇത് അത്യാവശ്യം അതിൻ്റെ സ്റ്റെം വെച്ച് ചീഞ്ഞ് ഒരു ഡീക്കേ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നാട്ടിൽ പിന്നെ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. UAE പിന്നെ ഇതൊക്കെ എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോയെന്ന്, കാരണം ഇതൊന്നും ഇവിടെ കിട്ടത്തില്ലല്ലോ. ഇപ്പം നമ്മൾ പോട്ട് ചെയ്ത 2 പ്ലാന്റ് ഞാൻ നന്നായിട്ട് നനച്ചെടുക്കുകയാണ്. നമ്മൾ സ്നേക്ക് പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ഇങ്ങനെ വാട്ടർ ചെയ്യല, കാരണം പെട്ടെന്ന് ചീത്തയായിപ്പോൾ. ഇങ്ങനെ മാസത്തിലൊരിക്കലും എല്ലാ പ്ലാന്റും വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, കാരണം ഇതിൻ്റെ ലീഫിലൊക്കെ ചെളി കാണും. അതൊക്കെ ഒന്ന് പോയി കിട്ടും, ഫ്രഷായിരിക്കും. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. എല്ലാം ബാത്ത് പോയി ഇട്ടിട്ട് വാഷ് ചെയ്തെടുക്കും. ഇതിൻ്റെ സ്ഥലത്ത് നമുക്ക് കൊണ്ടുപോയി വെക്കാം. ഇത് ഫിലോഡോണ്ടം ബെർക്കിനാണേ, ഫിലോഡോണ്ടം ബെർക്കിൻ. ഇവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ വെക്കുന്നത്. നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ഏതാണെങ്കിലും അത്യാവശ്യം വെട്ടം വേണം കേട്ടോ, അല്ലേ അതിൻ്റെ ഗ്രോത്ത് കുറവായിരിക്കും. പിന്നെ നമ്മുടെ അടുത്ത പ്ലാന്റ് അഗ്ലോണിമ. ഇത് നമുക്കതുപോലെ തന്നെ വാഷ് ചെയ്തെടുക്കാം. ഇത് തൽക്കാലം ഇവിടെ വെക്കാമെന്ന് വെച്ചു. ഇതൊരു ഇത് ഞാൻ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ച മണി പ്ലാന്റ് ആണ്. ഇത് പലരും എന്നോട് ഈ കമൻറ്റ് സെക്ഷനിലും മെസ്സേജിലൊക്കെ ചോദിക്കും മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് തരാമോന്ന്. എന്താ പറയുക, ഇവിടെ പ്ലാന്റിൻ്റെ റേറ്റൊക്കെ അറിയാമല്ലോ. ഇവിടുത്തെ ഞാൻ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ കട്ടിങ്സും വെച്ച് പിടിപ്പിക്കുന്നത്. ചിലതൊന്നും പിടിക്കാറില്ല, ചിലത് പിടിക്കും. ഇതത്ര ആയില്ല. ഇത് കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചതാണ്, അത്ര ആയില്ല, ആയി വരുമായിരിക്കും. ഞാൻ നാട്ടിൽ നിന്ന് പോയപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇത് നമുക്ക് എളുപ്പമാണ്. എന്തെങ്കിലും രംഗോലി ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ആ പൗഡർ ഉണ്ടെങ്കിൽ ഇതിൽ ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. അല്ലാതെ എന്താ പറയുക, ഫ്രണ്ടിൽ കോലമൊന്നും വരയ്ക്കാൻ എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ അതാരും ചെയ്യാറില്ലല്ലോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. കുറേ ഉണ്ട്, ബാക്കിയെല്ലാം ഈ മാതൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവൻ ഞാനില്ലാത്ത സമയത്ത് അവൻ ഓരോന്ന് എടുത്തുകൊണ്ട് പോകും, എവിടെയെങ്കിലൊക്കെ കാണും, തപ്പി എടുക്കണം. ഞാൻ ഇതുകൊണ്ടാണ് നമ്മുടെ പുറത്ത് ഡോറിൽ സ്വസ്തിക് വരയ്ക്കുന്നത്. ചന്ദൻ തിക്ക പൗഡർ. ഡോറിൽ ഞാൻ
കഴിഞ്ഞ പ്രാവശ്യം വെച്ച ഇത് സ്വസ്തി കളഞ്ഞിട്ടേ ഇല്ല. ഇനിയിപ്പോൾ അത് ക്ലീൻ ചെയ്യണം. അത് ഞാൻ ഈ കിച്ചൺ വൈപ്സ് കൊണ്ടായിരിക്കും ക്ലീൻ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഡേ ടു ഡേ വാങ്ങിക്കാൻ കിട്ടും. ഈ കിച്ചൺ വൈപ്സ് കൊണ്ടാൽ കുറേ എളുപ്പമാണ്. നമുക്കെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. കഴിച്ചിട്ട് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി എല്ലാത്തിനും. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഞാനിത് മാറ്റുവേ. ഇപ്പം ഞാൻ 1 മാസമായി ഇത് മാറ്റിയിട്ട്. ഇതിപ്പോൾ ഇത് ഞാൻ നേരത്തെ എഴുതിയത് ഇതുകൊണ്ടായിരുന്നു. മഞ്ഞളും കുങ്കുമവും കൂടെ. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ചെയ്യുന്നത് ഇതൊക്കെ ഒരു രസമല്ല, അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതിന് വേണ്ടി. അതുപോലെ തന്നെ വീടിൻ്റെ ഡോറും ഞാനിത് ഇതുപോലെ ക്ലീൻ ചെയ്യും. ഇവിടെ ഞാനിങ്ങനെ മഞ്ഞൾ കൊണ്ട് വരയ്ക്കും. ഇത്തവണ ഞാൻ എന്തായാലും ഇവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട് പുറത്ത്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ രംഗോലി പൗഡർ കൊണ്ട് ഇങ്ങനെ പെൻസിലൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഇട്ടും. ഇടയ്ക്കൊക്കെ, എപ്പോഴും ഇല്ല, ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്യും. കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ, നല്ല എന്ന് ഇവർ വന്ന് തുടയ്ക്കുന്ന, എന്നിട്ട് ചെളിയ. നമ്മൾ വീടിൻ്റെ ഡോർ എപ്പോഴും നല്ല വൃത്തിക്ക് വെക്കണമെന്നാണ് പറയുന്നത്. വീടിൻ്റെ അകം പോലെ തന്നെ നമ്മൾ ഈ ഭാഗമൊന്നും ശ്രദ്ധിക്കാറേ ഇല്ലല്ലോ. അപ്പോൾ എന്നും ഇല്ലെങ്കിലും ഞാൻ മാസത്തിലൊരിക്കലെങ്കിലും ഇത് ഞാനിങ്ങനെ ക്ലീൻ ചെയ്യും, മൊത്തം പുറമൊക്കെ. പിന്നെ ഈ പൗഡറിനകത്ത് ഞാൻ ഇത് കണ്ടോ, ഇതാണ് ഗോപുരം പൗഡർ. എന്താണിത്? ചന്ദൻ ടിക്ക പൗഡർ എന്നോ ആണോ, സാൻഡലായിരിക്കാം. ഇവിടുത്തെ കടയിൽ നിന്ന് മേടിച്ചതാണ്. നല്ല മണമാണേ ഇതിന്. എന്തായാലും അത്യാവശ്യം വേണം സ്വസ്തിക്ക് വരയ്ക്കാനല്ലേ. ഇതും പിന്നെ ഞാൻ റോസ് വാട്ടറിലാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. ഇത് വന്നിട്ട് ജവ്വാദാണേ. ഇത് നല്ല ഒരു മണമാണ്, നല്ല ഡിവൈനാണ്. അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. നമുക്ക് ഗംഗാ വാട്ടർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പം നമുക്കിതങ്ങ് കുഴയ്ക്കാം. ഇതൊന്നും ഞാൻ പണ്ടൊന്നും ചെയ്യുന്നൊരു കാര്യമേ അല്ലായിരുന്നു. നമ്മുടെ ഈ തമിഴ് ആൾക്കാർ വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്ന കണ്ടിട്ടാണ് എനിക്കത് കണ്ട് ഇൻട്രസ്റ്റ് തോന്നി. കാരണം നല്ലതല്ലേ, എല്ലാം നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും, ഒരു പോസിറ്റീവ് വൈബുമാണ്. വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കണം. ഞാൻ ആദ്യമൊക്കെ റോങ്ങായിട്ടാണ് വരച്ചുകൊണ്ടിരുന്നത്. അതായത് ഇങ്ങനെയൊക്കെ റോസ് വെച്ചിട്ട് അങ്ങനെ ജോയിൻ ചെയ്തെടുക്കുന്നത്. പക്ഷെ അങ്ങനല്ല. ഇതിനി ഉണങ്ങുമ്പോൾ ഈ കളറ് വന്നോളൂ. ഇപ്പം എന്തായാലും തെളിഞ്ഞ് കാണത്തില്ല. നമ്മളൊരിക്കലും ഇങ്ങനെ 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 അങ്ങനെ ഇത് ജോയിൻ ചെയ്യാവുള്ളൂ. പിന്നെ വന്നിട്ട് ഇങ്ങനെ, പിന്നെ ദേ ഇങ്ങനെ, പിന്നെ ദേ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ. അല്ലാതെ ഇങ്ങനെ 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 ചുമ്മാ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ്. പിന്നെ ബാക്കി ഇതാണല്ലോ, ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു. പണ്ടൊക്കെ ഞാൻ റോങ്ങായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാനൊരു യൂട്യൂബിൽ ഷോർട്സ് കണ്ടത് കറക്റ്റായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. പിന്നെ നമ്മളിങ്ങനെ ബിന്ദുവും വേണം പൊട്ട്. നമുക്ക് കുങ്കുമവും കൂടെ നമുക്കിങ്ങനെ ഇതിൽ വെക്കാമെന്നാണ്. കുങ്കുമവും മഞ്ഞളുണ്ടെങ്കിൽ മഞ്ഞളും. ജസ്റ്റ് ഡോറിൻ്റെ ഈ ക്രോസിലിങ്ങനെ ക്രോസ് 2 ഭാഗത്ത് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ മഞ്ഞളായതുകൊണ്ട് ഇപ്രാവശ്യം ചന്ദനവും ജവ്വാദും അതൊക്കെ. പിന്നെ ഇങ്ങനെ പുട്ട്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടം. മാധവൻ ഇത് കണ്ടു കഴിഞ്ഞാൽ നേരെ അവൻ ഇതിനകത്ത് കിടന്ന് പണി ഇതെല്ലാം കളയും. സൈഡിൽ ഇനിയിപ്പോൾ വൈകിട്ട് ഇവിടെ വിളക്ക് കത്തിക്കാനുള്ളതല്ലേ, അതിനു വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തത്. ഇനിയിപ്പോൾ ഈ പച്ചരിയൊക്കെ മാറ്റിയിട്ട്, പച്ചരി മഞ്ഞളിൻ്റെ സ്റ്റിക്ക് ഏലക്ക വേറെ മാറ്റിയിടണം. പിന്നെ വിളക്ക് തേക്കണം, ഇവിടെ ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കണം, വൈകിട്ട് പോയിട്ട് പൂ മേടിക്കണം. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ.
ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, കാര്യം റിപ്പോർട്ട് ചെയ്തു പ്ലാന്റ്. പിന്നെ നാളെ 1-ാം തീയതി ആയതുകൊണ്ട് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഞാൻ നേരത്തെ കഴിഞ്ഞു. അതുകൊണ്ട് ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ലൈക്ക് എന്തായാലും ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാനത് എന്തെങ്കിലും ലോങ് വീഡിയോയിലോ അല്ലെങ്കിൽ ഷോർട്സിലോ അത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്. ടാറ്റ ടാറ്റ.